ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജൂലൈ 4th. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ 4th 5th കൂടെ ചേർത്തിട്ടുള്ള ഒരു സാറ്റർഡേ സൺഡേ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു വീക്കെൻഡ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് രാവിലെ എണീക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് പഠിക്കാം, എന്ത് ചെയ്യാമെന്നൊന്നും. സാറിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു, എന്തെങ്കിലും പഠിക്കണം, ടു ഡു ഒന്ന് ജസ്റ്റ് എഴുതും, അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു പ്ലാനിങ്ങും ഇല്ല. ആലോചിച്ച് മടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എന്ത് പഠിക്കണം എന്നൊക്കെ ഒരു ബോധോദയം ഉണ്ടായി. അങ്ങനെ ഞാൻ പഠിക്കാൻ റെഡിയായിട്ട് ടു ഡു എഴുതി കേട്ടോ. ടു ഡു എഴുതിയത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുതിയ ടോപ്പിക്സ് ഒന്നും ഞാൻ പഠിക്കാറില്ല, റിവിഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് പഠിക്കുന്ന ആകെ ഉള്ളത് SCRT മാത്രമാണ്. അത് ഞങ്ങൾക്ക് അക്കാഡമിയിൽ എക്സാമുള്ള ടോപ്പിക്കാണ് SCRT. അപ്പോൾ അതിൻ്റെ ഒരു പകുതി നോക്കണം ഇന്ന്. പിന്നെ കുറച്ച് PYQ നോക്കണമെന്നുണ്ട്. പിന്നെ മാത്സിലൊരു ടോപ്പിക്ക് നോക്കണം. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ബയോളജിയുടെ റിവിഷൻ ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാനിരുന്നപ്പം തന്നെ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മടിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പരീക്ഷയോട് അടുക്കുമ്പോൾ നമുക്ക് മടി കൂടുമെന്ന് പറയുന്ന ചുമ്മയല്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് പറയൂ ഗൈസ്. എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ പഠിക്കായിരുന്നു. ഒരു 3 മണിക്കൂർ ടൈമറും വെച്ചിട്ടാണ് ഇരുന്നത്. എടുത്തത് SCRT ആണ്. ക്ലാസ് 8 ചാപ്റ്റർ 6 SCRT. അതാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ചേ ഉള്ളൂ, കുറച്ച് പേജസുള്ള ചാപ്റ്ററാണ്. ഞാൻ എഴുതിയാണ് എപ്പോഴും SCRT പഠിക്കാറ്. അതായത് നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് ഞാൻ. അല്ലാതെ ഞാൻ വേറെ ബുക്കൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെയൊന്നും ഇതറിയില്ല. ഞാൻ ടെക്സ്റ്റ് വായിച്ച് അതിൻ്റെ നോട്ട്സ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ വേറെ ബുക്കുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ അത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനിതിൽ നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടം. അങ്ങനെ അത് എഴുതിയാൽ മാത്രം പോരല്ലോ, പഠിക്കുകയും കൂടെ വേണമല്ലോ. അതുകൊണ്ട് എഴുതി വെച്ചത് ഒന്ന് നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ബ്രേക്ക് ഞാൻ എടുത്തു. അപ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ പഠിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത് കേട്ടോ. ഒരു കുഞ്ഞ് ബ്രേക്ക്, അധിക സമയം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബയോളജി റിവിഷൻ ചെയ്യാനാണ് എടുത്തത്. ബയോളജി റിവിഷൻ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ തൊഴിൽ വീതിയുടെ കൂടെ കിട്ടുന്ന വിന്നർ ഉണ്ടല്ലോ, ആ സംഭവമാണ് എടുത്തത്. ഇതിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വരും കേട്ടോ, ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിലുള്ള 2 വിന്നറാണ് ഞാൻ എടുത്തത്. ഒന്ന് മനുഷ്യ ശരീരവും രോഗങ്ങളും, പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കാർഷിക വിളകൾ, പരിസ്ഥിതി. ഇതെല്ലാം കൂടി വരുന്ന 2 ടോപ്പിക്ക് വരുന്നത്. ഇത് 10th പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ട് വിന്നറിൽ വരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എല്ലാം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് പഠിക്കില്ല. എല്ലാ കാര്യങ്ങളും ഒന്നും ഇതിൽ വരത്തില്ല അത്രയും ഡീപ്പായിട്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ അന്ന് പഠിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കുറേയൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് റിവിഷൻ ചെയ്യാൻ ഇത് നല്ലൊരു സാധനമാണ്. അല്ലാതെ പഠിക്കാനായിട്ട് നല്ലതാണെന്ന് ചോദിച്ചാൽ സെറ്റാവില്ല. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളില്ല, അത്രയൊന്നും ഇതിലില്ല. കുറച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വിന്നറിൽ വരുന്നത്. അതാണ് ഇന്നത്തെ ദിവസം പഠിച്ചത്. ഇനി അടുത്ത് സൺഡേയിലെ വ്ളോഗാണ്, അതായത് ജൂലൈ 5. സൺഡേ ഉച്ചയൊക്കെ ആയി കേട്ടോ. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഒരു 1:15 ആയി. അന്നും ആദ്യം പഠിക്കാനെടുത്തത് ഇന്നലെ പഠിച്ചതിൻ്റെ SCRT ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി പോർഷനാണ് പഠിക്കാനെടുത്തത്. ഇന്നലെ ഒരു പകുതിയെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി പോർഷനായിട്ടുള്ള ടോപ്പിക്ക് ആദ്യം എഴുതി അത് പഠിക്കുക കൂടെ ചെയ്തു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തു. കുഞ്ഞ് ബ്രേക്കിൽ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീണ്ടും വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കെമിസ്ട്രിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കെമിസ്ട്രി, ഇന്നലെ ബയോളജി റിവിഷൻ ചെയ്തു, ഇന്ന് കുറച്ച് കെമിസ്ട്രി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നടക്കുമെന്നറിയില്ല. എന്തായാലും ആദ്യം മുതലേ എടുത്ത് വെച്ചൊക്കെ ഒന്ന് വായിക്കുന്നുണ്ട്. കെമിസ്ട്രിയുടെ വേറെ ഒന്നും എനിക്ക് വിന്നറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് റിവിഷൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് വായിച്ചു പോവുക. കാരണം പഠിച്ച സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാവുന്നൊരു സംഭവം ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇനി നമ്മൾ പുതിയ ടോപ്പിക്കൊന്നും പഠിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എക്സാം എത്തി. അപ്പോൾ നമുക്ക് ഇനിയൊരു റിവിഷനേ ചെയ്യാൻ പറ്റും. പുതിയ ടോപ്പിക്കൊന്നും ഞാൻ ഇപ്പോൾ പഠിക്കാറേ ഇല്ല. ഇപ്പോൾ ആകെ പഠിക്കുന്ന പുതിയ ടോപ്പിക്കെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കാഡമിയിലുള്ള എക്സാമിൻ്റെ ടോപ്പിക്ക് പഠിക്കും. പിന്നെ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്ക് ഏതാണോ ആ സാധനവും പഠിക്കും. ഇതാണ് പുതിയതായിട്ട് ഞാൻ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെന്ന് കുളിച്ചപ്പോഴത്തേക്കും തന്നെ നല്ല ഫ്രഷായി ഗൈസ്. കുളിച്ചിട്ട് ഉള്ള ഷോയാണ് ഈ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഈ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട്
സമയം നോക്കിയപ്പോൾ 4:30. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ബോധോദയം വന്നത് ഞാൻ ചോറ് കഴിച്ചില്ല എന്ന്. അങ്ങനെ ചോറും കഴിച്ചിട്ട് അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നേരത്തെ നോക്കിയ കെമിസ്ട്രി തന്നെയായിരുന്നു. അതിൽ കുറച്ചുകൂടെ ഒരു 3 പേജ് എന്തോ ബാക്കിയുണ്ടായിരുന്നു. ഒരു 6 മണി അടുപ്പിച്ചായി കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ. അപ്പോൾ ആ ബാക്കിയൊരു 3 പേജ് ആ ഭാഗം കൂടി ഇന്ന് നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെന്തായാലും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ നോക്കി സൺഡേ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല റിവിഷനൊന്നും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അത് നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന ബുക്ക് ഞങ്ങളുടെ അക്കാഡമിയിലെ ബുക്കാണ് കേട്ടോ. ഒരുപാട് പേരല്ല, ഒരു 1-2 പേര് ആരൊക്കെ ഇത് ചോദിച്ചു ഈ ബുക്ക് എവിടെ നിന്നാണ് ബുക്ക് സ്റ്റാളിൽ കിട്ടുമോ എന്നൊക്കെ. യെസ്, ഈ ബുക്ക് ബുക്ക് സ്റ്റാളിൽ കിട്ടില്ല ഗൈസ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് തരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നി. അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നെ കേട്ടോ. പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതും തൊഴിൽ വിധിയുടെ കൂടെ വന്നതാണ് കേട്ടോ. ഇതിൽ എല്ലാ ദിവസവും ഇങ്ങനെ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് വരാറുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ സാറ്റർഡേയും സൺഡേയും ഇത്രയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് നേരമൊക്കെയാണ് പഠിക്കുന്നത്. കുറച്ചുകൂടെ ടൈം കൂട്ടണമെന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 1 ബാക്കിയുണ്ട്, അത് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.